ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് രാവിലെയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കി രാവിലെ. അപ്പോൾ 2 ദിവസമായിട്ട് പറയുന്നതാണ് ഇവിടെ കൊഴുക്കട്ട ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഇന്നുണ്ടാക്കി. പിന്നെ ഇഡലി ഉണ്ടായിരുന്നു, കുറച്ച് ഉണ്ടാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇഡലിയും ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ച് എല്ലാവരും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻ വാങ്ങിച്ച് മീൻ അയിലയാണ് കിട്ടിയത്. അപ്പോൾ അയില വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കുന്ന ആളിൻ്റെ കയ്യിൽ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീനും ക്ലീനാക്കി എടുത്ത് പിന്നെ അയിലയും ഒക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ വറുത്തരച്ച് തക്കാളി ഉള്ളിയൊക്കെ ചേർത്ത് നമ്മൾ വറുത്തരച്ച കറി വയ്ക്കത്തില്ലേ, അപ്പോൾ അതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് മോനാണ് അതിൽ കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ തേങ്ങ അരച്ചിട്ട് നമ്മൾ മുരിങ്ങക്കോലും മാങ്ങയൊക്കെ ചേർത്ത് വയ്ക്കും, അതും ടേസ്റ്റ് തന്നെയാണ്. എന്നാലും വറുത്തരച്ച കറിയോടാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ തേങ്ങ വറുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചട്ടിയിൽ തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് ചെമ്മീൻ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഇപ്പോൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ വറുത്തിട്ട് നമുക്കത് ചൂട് പോയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അയില മുളകിൽ പൊള്ളിക്കാൻ പോയണേ. ഇപ്പോൾ മുഴുവൻ എടുക്കുന്നില്ല, ഒരു 2-3 മാറ്റി വെച്ചിട്ട് മസാല പുരട്ടി വെച്ചിട്ട് വൈകിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊടികളൊക്കെ എടുത്ത് വെക്കുകയാണ്. മോൾക്ക് അതിൻ്റെ കണക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അയില പൊള്ളിക്കാനുള്ളതിൻ്റെ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ തേങ്ങ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് അതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ അരച്ച് കറിയിലേക്കൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെമ്മിക്കറി ഇനി ഒന്ന് വറയും കൂടെ താളിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മിക്കറി ഇവിടെ റെഡിയാവും. പിന്നെ അതേ അയില മുളകിൽ കറി വയ്ക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊരു 3 അയില ഞാൻ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇനി വൈകുന്നേരം ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുളകിൽ വെച്ച അയിലയും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചിങ്ങായും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെഴുക്ക് പുരട്ടി എടുക്കാനാണ്. ഒട്ടും മുളക് പൊടി ഇട്ടില്ലെങ്കിലും ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അല്പം മുളക് പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഊണ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഡൈനിൻ്റെ വിളക്ക് ഒന്ന് തുടച്ചിട്ട് പിന്നെ ചോറും കറികളൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ പോയാണ്. അപ്പോൾ ഇന്ന് മോൻ കൊച്ചിയിലാണ്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്മിക്കറി, വറുത്തരച്ച ചെമ്മിക്കറി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമേ വരുന്നില്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പയർ മെഴുക്ക് പുരട്ടി, അയില മുളക് കറി വെച്ചത്, അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു 3-3:30 ആകാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഞങ്ങൾ ടെറസിൽ വന്നതാണ്. ടെറസ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അപ്പുറത്തെ കുട്ടി സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളങ്ങനെ നോക്കിയിരുന്ന് അവനുമായിട്ട്. അപ്പം മോൻ ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറേ സമയം പോയി. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അവരവിടെ ഇരുന്ന് കളിയൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോകുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെന്ന് ടെറസ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ താഴെ വന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിച്ചറും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു, ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ടെറസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ടെറസ് വൃത്തിയാക്കാനും അതുപോലെ തന്നെ തുണി കഴുകി വെച്ചിട്ട് കുറച്ച് വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ വെയിലുണ്ട്, കാറ്റും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനു അവിടെ ടെറസിലുണ്ടായിരുന്ന ചോറെല്ലാം അടിച്ചു കൂട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് എല്ലാം ഒന്ന് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.